നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ തന്നെ ജില്ലയിൽ വലിയ രീതിയിലുള്ള മഴയുണ്ടായി, പലയിടങ്ങളിലും മഴയുണ്ടായി. എന്തായാലും ഇന്നും മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മാത്രമല്ല തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ മുന്നറിയിപ്പുണ്ട്. മഴ പെയ്തു എങ്കിൽ പോലും ശക്തമായ ചൂടുണ്ട്. അതിനെ അതിജീവിക്കാൻ മഴയിലൂടെ സാധിക്കുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. കേരളത്തിൽ താപനില കൂടുകയാണെന്നും ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മാർച്ച് 22 മുതൽ 24 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകൾ ഒഴികെ 24-ാം തീയതി വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക. കേരളത്തിൽ കനത്ത ചൂട് തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. താപനില ഇനിയും ഉയരും. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നേരിയ മഴ കിട്ടി. പക്ഷേ ചൂടിന് കാര്യമായ ആശ്വാസം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രവചനം. 11 ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് ഉണ്ട്. എന്തായാലും പത്തനംതിട്ട, കോട്ടയം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ജില്ലകളിലൊക്കെ താപനില ഉയരുന്നുണ്ട്. മലയോര മേഖലകൾ ഒഴികെ 11 ജില്ലകളിൽ ചൂടും അസ്വസ്ഥതയും നിറഞ്ഞ കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണമാണ് ഇത്തരത്തിൽ 11 ജില്ലകളിൽ ചൂടും ഇത്തരത്തിലൊരു കാലാവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്നത്. തിരുവനന്തപുരം, ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകൾക്കാണ് നിലവിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. ഏപ്രിൽ മാസത്തോടെ സംസ്ഥാനത്ത് താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിൽ ആശ്വാസമായിട്ട് ചില ജില്ലകളിൽ മഴ കിട്ടുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയുണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിൽ താപനില മുന്നറിയിപ്പുമുണ്ട്, ചില സമയത്ത് മഴ മുന്നറിയിപ്പുമുണ്ട്. മഴ വലിയൊരു ആശ്വാസമായി ഈ ഒരു ചൂടുകാലത്ത് മാറുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.